ആഗോള രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ വിദേശ നയത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും വാനോളം പുകഴ്ത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളുടെ പേരിൽ ഇന്ത്യക്ക് മേൽ പാശ്ചാത്യ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പുടിൻ ഉന്നയിച്ചത്. സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയുടെ തലവന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാടിനെ പുടിൻ പിന്തുണച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ പ്രസ്താവനകൾ അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചയാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടത്തിനു മേൽ അനാവശ്യ സമ്മർദ്ദങ്ങൾ ചെലുത്താനുള്ള പാശ്ചാത്യ ശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ശ്രമങ്ങൾ തികച്ചും വ്യർത്ഥമാണെന്നും അത് തിരിച്ചടികൾ മാത്രമാണ് കലാശിക്കുകയെന്നും അദ്ദേഹം തുറന്നടിച്ചു. ആഗോള രാഷ്ട്രീയത്തിലെ സ്വാധീനം ഉപയോഗിച്ച് ഇന്ത്യയെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നവർ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളുടെ നിലനിൽപ്പിനെ തന്നെയാണ് അപകടത്തിലാക്കുന്നതെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും സുപ്രധാനമായ പ്രതിരോധ സഹകരണങ്ങളും ഇന്ത്യയുടെ പരമാധികാര തീരുമാനങ്ങളാണ്. ഈ വിഷയങ്ങളിൽ പുറത്തുനിന്നുള്ള ശക്തികൾ ഇടപെടാൻ ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര തീരുമാനങ്ങളെ മാനിക്കാതെ സമ്മർദ്ദങ്ങളിലൂടെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആഗോള സൗഹൃദങ്ങൾക്കും ഉഭയകക്ഷി സഹകരണങ്ങൾക്കും വലിയ പരിക്കേൽപ്പിക്കുമെന്ന് ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യയെ പോലൊരു വൻ ശക്തിയെ നയിക്കുന്ന മോദിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധം ചരിത്രപരമായ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് വ്ളാഡിമിർ പുടിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ. ഇന്ത്യയെ റഷ്യയുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായി വിശേഷിപ്പിച്ച പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വരും വർഷങ്ങളിൽ $100 ബില്യൺ എന്ന സുപ്രധാന നാഴികക്കല്ല് പിന്നിടുമെന്ന ശക്തമായ ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. നിലവിൽ 58 മുതൽ $60 ബില്യൺ വരെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വിനിമയം നടക്കുന്നത്. ഈ സ്ഥിതിയിൽ നിന്ന് വലിയൊരു കുതിച്ചുചാട്ടമാണ് വരും കാലത്ത് റഷ്യ ലക്ഷ്യമിടുന്നത്. ഊർജം, പ്രതിരോധം, അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നീ നിർണായക മേഖലകളിൽ സഹകരണം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിലൂടെ വ്യാപാര രംഗത്ത് പുതിയൊരു യുഗത്തിന് തന്നെ ഇരു രാജ്യങ്ങളും തുടക്കം കുറിക്കുകയാണ്. പ്രത്യേകിച്ചും കുടംകുളം ആണവ നിലയ പദ്ധതിയുടെ തുടർച്ചയായ പുരോഗതിയും ലോകോത്തര നിലവാരമുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ സുഗമമായ കൈമാറ്റവും ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തത്തിന്റെ ആഴവും വിശ്വാസ്യതയുമാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. പരസ്പര താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ഈ സഹകരണം ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ സാമ്പത്തിക അസ്ഥിരതകളെ മറികടക്കാനും ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയെ കൂടുതൽ കരുത്തുറ്റതാക്കാനും സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയുടെ വിദേശ നയത്തെ അങ്ങേയറ്റം ബഹുമാനത്തോടും ആദരവോടും കൂടി നോക്കിക്കാണുന്ന ഒരു നിലപാടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വിദേശ നയം പൂർണ്ണമായും സ്വതന്ത്രമാണെന്നും രാജ്യത്തിന്റെ പരമപ്രധാനമായ ദേശീയ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായോ മറ്റ് ലോക രാജ്യങ്ങളുമായോ ഇന്ത്യ സ്ഥാപിക്കുന്ന നയതന്ത്ര ബന്ധങ്ങളെയോ സഹകരണങ്ങളെയോ റഷ്യ ഒരു തരത്തിലും ഭീഷണിയായി കാണുന്നില്ലെന്നും മറിച്ച് സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഏത് രാജ്യവുമായും സഖ്യത്തിലാകാനും ബന്ധം സ്ഥാപിക്കാനും ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി താൻ ആ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും, എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകൾ വഴി ഈ അതിർത്തി പ്രശ്നങ്ങൾ സമാധാനപരമായും പരസ്പര ധാരണയോടെയും പരിഹരിക്കാൻ ഇരു നേതാക്കളും പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്നും, താൻ ആ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും, എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകൾ വഴി ഈ അതിർത്തി പ്രശ്നങ്ങൾ സമാധാനപരമായും പരസ്പര ധാരണയോടെയും പരിഹരിക്കാൻ ഇരു നേതാക്കളും പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണെന്ന് തനിക്ക് വലിയ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ സ്വയംഭരണാധികാരമുള്ള നയങ്ങളെ റഷ്യ അംഗീകരിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഇത്തരം ബാഹ്യ ഘടകങ്ങൾക്ക് അതീതമാണെന്നും ഈ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഈ പ്രസ്താവനകൾ സമകാലിക ആഗോള ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങളുടെ സൂചനയാണ് നൽകുന്നത്. ലോകം ഒരു ഏകധ്രുവ ശക്തിക്ക് കീഴിലല്ലെന്നും മറിച്ച് ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നുമാണ് റഷ്യ ഇതിലൂടെ ആഗോള സമൂഹത്തിന് നൽകുന്ന സന്ദേശം. വൻ ശക്തികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന വലിയൊരു അംഗീകാരമായാണ് ഈ പ്രസ്താവനകളെ നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ വിലക്കുകളും പ്രതിബന്ധങ്ങളും നിലനിൽക്കുമ്പോഴും റഷ്യയുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം എത്രത്തോളം ദൃഢവും അചഞ്ചലവുമാണെന്ന് ഈ പ്രസ്താവനകൾ അടിവരയിടുന്നു. വരാനിരിക്കുന്ന BRICS ഉച്ചകോടിയായി പ്രസിഡന്റ് പുടിൻ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെ ഇത്തരമൊരു തുറന്ന പ്രശംസ നരേന്ദ്രമോദി സർക്കാരിന്റെ വിദേശ നയത്തിന് വലിയൊരു ആത്മവിശ്വാസമാണ് പകരുന്നത്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ
ഇന്ത്യയുടെ ശബ്ദത്തിനും സ്വാധീനത്തിനും അനുദിനം കരുത്തേറുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവ് കൂടിയാണ് ഈ രാഷ്ട്രീയ നീക്കങ്ങൾ. ചുരുക്കത്തിൽ പ്രതികൂലമായ ആഗോള സാഹചര്യങ്ങളിലും സ്വയം ഭരണാധികാരത്തോടെയുള്ള വിദേശ നയം പിന്തുടരുന്ന ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ വാക്കുകളിലൂടെ വെളിപ്പെടുന്നത്.